ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല ക്യൂട്ട് ആൻഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ബ്രൗൺ കളർ പേപ്പറാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ബ്രൗൺ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു വൈറ്റ് കളർ പേപ്പർ എടുത്ത് ബ്രൗൺ കളർ പെയിൻറ്റ് ഉപയോഗിച്ച് കളർ ചെയ്ത് കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്കെച്ച് പെൻ ഉപയോഗിച്ചും കളർ ചെയ്തെടുക്കാവുന്നതാണ്. കളർ ചെയ്യുമ്പോൾ പേപ്പറിൻ്റെ രണ്ട് സൈഡും ഒരേപോലെ തന്നെ കളർ ചെയ്തെടുക്കാം. ഇന്ന് നമ്മളിവിടെ ഒരു ഫ്ലാപ്പിക് ബി ബുക്ക് മാർക്കാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ കളർ ചെയ്തെടുത്ത പേപ്പറൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബിയുടെ പാർട്സ് എല്ലാം വരച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിറകാണ് വരച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം കറക്റ്റായിട്ടൊരു ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരച്ച എല്ലാ പാർട്സിൻ്റെയും മുകളിലൂടെ ബ്രൗൺ കളർ സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഔട്ടർ ലൈൻ എല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ ചേർത്ത് ലൈൻ വരച്ചു കൊടുക്കാം. നമുക്ക് എല്ലാ പാർട്സും സെപ്പറേറ്റ് ആയിട്ട് സിസർ ഉപയോഗിച്ച് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഭാഗം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഒരു വൈറ്റ് കളർ പേപ്പർ എടുക്കുക. നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലാണ് കേട്ടോ പേപ്പർ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം പേപ്പർ ഈക്വൽ ഹാഫായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടും പേപ്പറിൻ്റെ ഒരു സൈഡ് മടക്കുള്ള ഭാഗമായിരിക്കും. ആ മടക്കുള്ള ഭാഗത്തെ രണ്ട് സൈഡിൽ നിന്നും പേപ്പർ ട്രയാങ്കിൾ ഷേപ്പിൽ ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇനി മടക്കിയ പേപ്പർ നിവർത്തി കഴിയുമ്പോൾ പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ക്രോസ്ഡ് ലൈൻ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ക്രോസ്ഡ് ലൈനിൻ്റെ സെൻറ്ററിലെ പോർഷൻ ഉള്ളിലേക്കായിട്ട് ഇതേ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് പേപ്പർ ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇപ്പോൾ ഒരു ആരോൻ്റെ ഷേപ്പിലായിരിക്കും പേപ്പർ ഉണ്ടായിരിക്കുക. ഇനി പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് നമ്മളിപ്പോൾ മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. മടക്കിയെടുത്ത് കഴിയുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും പേപ്പർ ഇതേപോലെ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് പേപ്പറിൻ്റെ മെക്കാനിസം എല്ലാം കറക്റ്റാണെന്ന് തോന്നിയാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീയുടെ ഓരോ പാർട്സായിട്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ ഗം ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഈയുടെ എല്ലാ പാർട്സും ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബ്രൗൺ കളർ സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഇതിൻ്റെ ഹെഡ് പോർഷൻ ഒന്ന് വരച്ചെടുക്കാം. അതുമാത്രമല്ല നമ്മളിപ്പോൾ ഓരോ പാർട്സും ഒട്ടിച്ചെടുത്തതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് സ്പേസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു സ്പേസ് കൂടി ഈ ഒരു ബ്രൗൺ കളർ സ്കെച്ച് പെൻ ഉപയോഗിച്ച് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.